കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഒരുപാട് പ്രാവശ്യമായിട്ട് വിളിച്ചു ചോദിക്കുന്നതാണ്, സാർ എൻ്റെ അടുത്ത് ആയില്യമുണ്ട്, എന്താണ് അതിന് പരിഹാരം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ആയില്യ നക്ഷത്രം പലരും വിളിച്ചു ചോദിച്ചാൽ അയൽദോഷിയാണ്, ആയില്യ നക്ഷത്രത്തിൽ മുള വെച്ച് പിടിപ്പിച്ചാൽ മതിയോ? ഇന്നത്തെ കാലത്ത് പിന്നെ എന്താ പറയാ, ഒരുപാട് വൃക്ഷങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആയില്യ നക്ഷത്രത്തിന് ഒന്നും വേണ്ട കാര്യമില്ല. ആയില്യം അവർ അറിഞ്ഞുകൊണ്ട് ആയില്യമായിട്ട് ഭഗവാൻ ഈശ്വരൻ സൃഷ്ടിക്കുന്നതാണ് ആയില്യ നക്ഷത്രം. അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല ആയില്യം ഉണ്ടാകുന്നത്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയില്യം അടുത്തുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിന്റെ പ്രഭ അവർക്കുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഈ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് ദോഷമായിട്ട് വരും. അത് തിരിച്ച് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. 12 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കും ദോഷമായിട്ട് വരും. സൽക്കർമ്മം ചെയ്തിടിയിലും അത് ദുഷ്കർമ്മമായിടും എന്ന് പറയപ്പെടാറുണ്ട്. നല്ലതിനു വേണ്ടി ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടിച്ചൊന്നും വരാം. അതുകൊണ്ട് ആയില്യംകാരെ ഒരു കാരണവശാലും നമ്മൾ കുറ്റം പറയേണ്ടതില്ല. അവർ ഏറ്റവും നല്ല നക്ഷത്രമാണ്, നന്മയുള്ള നക്ഷത്രമാണ്, സമ്പത്തും ഐശ്വര്യവും വിദ്യയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള നക്ഷത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷ സ്ഥാപിക്കുക. നമ്മുടെ സ്ഥലത്തിന്, ഭൂമിക്ക് അവർക്കും ദോഷമില്ല, നിങ്ങൾക്കും ദോഷമില്ല, രണ്ടുപേർക്കും ദോഷമില്ലാതെ പോകുന്നതല്ലേ ഏറ്റവും ഉത്തമം. മറ്റൊരു ശക്തിയോ ഒപ്പം എടുക്കത്തില്ല. പൈശാചികമായിട്ടുള്ള ഒരു ശക്തിയോ ഒപ്പം നമ്മുടെ കുടുംബത്തിലേക്കോ വീട്ടിലേക്കോ ഒരു കണ്ണീർ തട്ടുകൊണ്ട് പോലും ചെയ്യത്തില്ല. അപ്പം ആയില്യം അടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരിക്കലും ആയില്യത്തിന് ദോഷം വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.